Hello, welcome back to Handmade by Hasna. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഓണക്കാലക്കാണ്. അപ്പം ഈ ഓണക്കാലത്ത് ഉപകാരപ്രദമായൊരു വീഡിയോ ആയാണ് ഇന്ന് വന്നിട്ടുള്ളത്. പൂ വാങ്ങിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി വീട്ടിൽ തന്നെ സിമ്പിളായി റിയൽ മുല്ലപ്പൂ പോലെ തോന്നിക്കുന്ന മുല്ലപ്പൂമാല ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ വേണം. ഏത് തരത്തിലുള്ള ടിഷ്യൂ പേപ്പർ ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ കിച്ചൺ ടിഷ്യൂ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സ്ക്വയർ പീസ് എടുക്കുക. ഇതിനി നമ്മൾ പകുതിയായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. ഇനി ഒരു വട്ടം കൂടെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി ഒരു കത്രിക എടുത്തിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള മടക്കുകളും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ മറ്റേ സൈഡിലും ഒരു മടക്ക് ഉണ്ടാവും, അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതേ 1 2 3 4 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ചെറുതാക്കി മടക്കി കൊടുക്കണം. ഇങ്ങനെ ചെറുതായി മുഴുവനായിട്ടൊന്ന് മടക്കിയെടുക്കണം. ഇത് മുഴുവനായി മടക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കത്രിക എടുത്തിട്ട് രണ്ട് സൈഡിലും ഈ ഒരു അറ്റം ഉണ്ടല്ലോ, ഈ ഒരു അറ്റം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് മറ്റേ സൈഡിലും സെയിം തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് നിവർത്തി നോക്കാം. അപ്പോൾ ഇത് ഇതുപോലെ ഒരു ഡിസൈനായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും നമുക്ക് നീളം വേണ്ട, അതുകൊണ്ട് ഇതിനൊന്ന് പകുതി മടക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ലെങ്ത്ത് മതി പൂ ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്ക് പൂ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടിഷ്യൂ പേപ്പറിൽ നിന്ന് ഒരു ലെയർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കണം. ഇനി പൂവിൻ്റെ തണ്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പച്ച കളർ വേണം. അപ്പോൾ വാട്ടർ കളറോ അക്രിലിക് കളറോ എന്ത് കളർ വേണമെങ്കിലും എടുക്കുക. കുറച്ച് വെള്ളം അതിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ വിരലിൽ ഇതുപോലെ ഒന്ന് തൊട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പൂവിൻ്റെ നടുവിൽ നമ്മളിത് ഈ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് ചുരുട്ടി കൊടുക്കുക. കാരണം ഇതുപോലെ ഒന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ മുല്ലപ്പൂവിൻ്റെ തണ്ട് പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് 2 പൂക്കൾ ഇരിക്കുന്നത് പോലെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഓരോ ടിഷ്യൂ പേപ്പേഴ്സും ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ പൂക്കളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കോർക്കണ്ടേ. അപ്പോൾ മുല്ലപ്പൂ മാലാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കോർക്കാനായിട്ട് ഒരു നൂലെടുക്കുക. സാധാരണ നൂലാണ് എടുത്തിട്ടുള്ളത്. അതിലിതേ ഇങ്ങനെ പൂ വെച്ച് കൊടുക്കുക. ഇനി ആദ്യം നൂല് കൊണ്ട് ഒരു പ്രാവശ്യം ഒന്ന് ഇതുപോലെ ചുറ്റി കൊടുത്ത ശേഷം വിരലുകൊണ്ട് ഇതേ ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. ഇനി അടുത്ത പൂ എടുക്കുക. അടുത്ത പൂ എടുത്തിട്ട് ഇതിനെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യം നൂലുകൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം വിരലുകൊണ്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക. ഇങ്ങനെ ഓരോ പൂക്കളും അടുത്തടുത്ത് വെച്ചിട്ട് ആദ്യം ഒന്ന് ചുറ്റി കൊടുക്കുക, പിന്നെ വിരലുകൊണ്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഈ ഒരു മാല കോർത്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മുല്ലപ്പൂ മാല. ഇപ്പം ലോക്ക്ഡൗൺ ഒക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് മുല്ലപ്പൂ കോർത്തതൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കാൻ പറ്റാത്ത, വാങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പം നമുക്ക് തൽക്കാലം ഇതുപോലെയൊക്കെ ഉണ്ടാക്കി അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഇത് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ടേക്ക് കെയർ, ബൈ.